ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പൊറോട്ടേണ്ടാണ്. ഇത് നമ്മൾ സാധാ പൊറോട്ടയല്ല, വെജ് പൊറോട്ടയാണ്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കുക. നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഉണ്ടാക്കുന്നത് ബ്രൊക്കോളി വെച്ചിട്ടാണ്. നിങ്ങൾക്ക് ബ്രൊക്കോളി ഇല്ലയെന്നുണ്ടെങ്കിൽ കോളിഫ്ലവർ വെച്ചിട്ട് ഉണ്ടാക്കിയാലും മതി. അപ്പോഴും ഇതേ ടേസ്റ്റ് തന്നെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു മസാല ഉണ്ടാക്കണം ഈ ബ്രൊക്കോളി വെച്ചിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടിക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും അതുപോലെ 2-3 വെളുത്തുള്ളി എടുത്തുകൊണ്ട് അതും ചെറുതാക്കി അരിഞ്ഞ് അതും ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു പച്ചമുളകുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും ചെറുതാക്കി അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക. നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളെ മുളക് പൊടി ഒരു ചെറിയ സ്പൂണ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച ഗരം മസാല ഉണ്ടെങ്കിൽ ബിരിയാണിക്കൊക്കെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടാവില്ല, ആ ഗരം മസാല ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ എടുത്ത കോളിഫ്ലവർ ആണെങ്കിൽ കോളിഫ്ലവർ, ഞാനിപ്പോൾ ബ്രൊക്കോളിയാണ്, അത് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. നമ്മൾ മിക്സിയിലൊന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നല്ല അരിഞ്ഞ് കിട്ടും. എന്നിട്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ആക്കുക. 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തീ ഓഫാക്കിയിട്ട് അധികം വേവിക്കരുത്, അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് പോകും. പിന്നെ നമ്മൾ ഇനി പൊറോട്ട ഒക്കെ ഉണ്ടാക്കുമ്പോഴൊന്നും അത്യാവശ്യം വേകും. ഇനി ഞാനിതിലേക്ക് പൊറോട്ട ഉണ്ടാക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ്. ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ആ 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് നമുക്ക് ഒരു 1/2 കപ്പിലേറെ നല്ല തിളച്ച വെള്ളം ഒഴിച്ചങ്ങാണ്ട് നമുക്ക് കുഴച്ചെടുക്കണം. ഉപ്പിട്ട് വെള്ളമായിരിക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് കുഴച്ചെടുക്കുമ്പോൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കില്ല, അതുമാതിരി കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഈ 1 കപ്പ് കൊണ്ട് നമുക്കൊരു 6 പൊറോട്ട ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. നമ്മൾ കൗണ്ടർ ടോപ്പ് മട്ടുങ്ങാണ്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കണം ആദ്യം തന്നെയാണ് കുഴക്കേണ്ടത്. ഞാൻ കുഴച്ച് കഴിഞ്ഞിട്ട് ഞാൻ 6 വലിയ ഉരുളകളാക്കിയിട്ട് ഇതിനെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ മാവ് ഇതുപോലെ വലുതാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് കൈ വെച്ചിട്ട് തന്നെ പരത്തുക, അല്ലെങ്കിൽ നമുക്ക് ഇനി മെഷീനിൽ ഒന്ന് ചെറുതാക്കി പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ പരത്തിയെടുത്തിട്ട് ഒന്നുകൂടെ പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബ്രക്കോളിൻ്റെ ആ മസാലയില്ലേ, അത് ഇതിൻ്റെ ഉള്ളിലേക്കാക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് വീണ്ടും നമുക്ക് ഉരുളനെ ആക്കിയെടുക്കണം. ഇതുപോലെ വീണ്ടും നമ്മൾ ഉരുളനെ ആക്കിയെടുക്കുക. പിന്നെ നമുക്ക് ഇതൊക്കെ മസാല നിറക്കുമ്പോൾ ഒരുപാട് നിറക്കരുത്, ഒരു ചെറിയൊരു സ്പൂൺ നിറച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ പരത്തുമ്പോൾ അത് പൊട്ടിപ്പോവായിരിക്കും. പിന്നെ നമുക്ക് പൊട്ടിപ്പോവാതെ നേരെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ 6 ഉരുള ഉണ്ടാക്കില്ല, അതിന് പകരം 12 ഉരുള ഉണ്ടാക്കുക. എന്നിട്ട് ഒരു ഉരുള നമ്മൾ ചപ്പാത്തി പോലെ വെറുതെ ചപ്പാത്തി പോലെ പരത്തുക. എന്നിട്ട് അതിൻ്റെ ഇടയിൽ മസാല ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു ചപ്പാത്തി പോലെ പരത്തിയിട്ട് അതിൻ്റെ മേലെ വെക്കുക. അങ്ങനെ ആക്കിയാൽ നമുക്ക് നല്ല ഷേപ്പായിട്ട് കിട്ടും. പക്ഷേ അതിലേറെ ടേസ്റ്റ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ്. കാരണം അതാകുമ്പോൾ നമുക്ക് കുറച്ച് കട്ടിയൊക്കെ ആയിട്ട് മസാല എല്ലായിടത്തും ഇല്ലാത്തൊക്കെ പോലെ തോന്നും. ഇതാകുമ്പോൾ നമ്മൾ പരത്തിയതുകൊണ്ട് മസാല എല്ലായിടത്തും എത്തിയിട്ടുണ്ടാകും, നല്ല ടേസ്റ്റും ഉണ്ടാകും. ഇങ്ങനെ ഉണ്ടാക്കിയാൽ അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കട്ടോ. ചിക്കൻ കൊണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ ഇത് നമ്മൾ പൊടിയൊക്കെ തട്ടി കൊടുത്തുകൊണ്ട് മെല്ലെ ഇങ്ങനെ പരത്തി കൊടുത്താൽ മതി. പിന്നെ ചെറുതായിട്ട് പൊട്ടു ഇതാവുകയൊക്കെ ചെയ്യും, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇത് എല്ലാ പൊറോട്ടയും ഞാൻ ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അതിൽ കുറച്ച് എണ്ണ ആക്കി കൊടുക്കാം. പാന് ചൂടായി വന്നാൽ നമ്മൾ ഉണ്ടാക്കി വെച്ച പൊറോട്ട ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മളിതിൻ്റെ മേലെക്കൂടിയും എണ്ണ ആക്കി കൊടുക്കാം. ഞാൻ സെയ്റ്റ് തന്നെയാണ് ആക്കി കൊടുക്കുന്നത്. ഇഷ്ടമുള്ള എണ്ണ ഏതാ വെച്ചാൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബട്ടർ ആയാലും മതി. ഇനി നമുക്ക് ഒരു സൈഡ് മുരിഞ്ഞ് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ എണ്ണയാക്കി കൊടുക്കണം. രണ്ട് സൈഡ് മുരിഞ്ഞ് വന്നാൽ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് നമ്മൾ പൊറോട്ട അതുപോലെ തന്നെ ബാക്കിയുള്ളത് എല്ലാതും ഒന്ന് ചുട്ടെടുക്കാം.
അപ്പോൾ അതാ നമ്മളെ പൊറോട്ടകളൊക്കെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബ്രൊക്കോളി കിട്ടണില്ല എന്നുണ്ടെങ്കിൽ കോളിഫ്ലവർ വെച്ചിട്ട് ചെയ്താലും മതി, അപ്പോഴും ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നോൺ വെജൊക്കെ കഴിക്കാനും മടിയുള്ളവർക്കൊക്കെ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അല്ലാത്തവർക്കും കഴിക്കട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് തൈര് എടുത്തിട്ടുണ്ട്. തൈര് വേണമെന്നൊന്നുമില്ല, വെറുതെ ഇരുന്ന് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ തൈരിലൊപ്പിന്നാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ.